കണ്ണൂർ തളിപ്പറമ്പിൽ കോൺഗ്രസ് നേതാവിന്റെ വീടിന് നേരെ ആക്രമണം. തളിപ്പറമ്പ് മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ ഇർഷാദിന്റെ വീടിന് നേരെയാണ് ഒരു സംഘം ആക്രമിച്ചത്. ആക്രമണത്തിന് പിന്നിൽ CPIM പ്രവർത്തകരെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചേരുന്നത്. കണ്ണൂർ കഴിഞ്ഞ ദിവസം അരുൺ, ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടാണോ ഈ ആക്രമണം ഉണ്ടായത്? അതിന്റെ കൂടുതൽ വിവരങ്ങളുണ്ടോ? അസ്മിത, ഇന്നലെ രാത്രിയാണ് തളിപ്പറമ്പിൽ ഈ ആക്രമണം ഉണ്ടായത്. കോൺഗ്രസിന്റെ തളിപ്പറമ്പ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള കെ ഇർഷാദിന്റെ വീടിന് നേരെയാണ് ഒരു സംഘം ആക്രമിച്ചത് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. വീടിന്റെ മുന്നിലെ ജനൽ ചില്ലുകൾ, കാർ, അവിടെ മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറ്, ബൈക്ക് എന്നിവയൊക്കെ അടിച്ചു തകർത്ത നിലയിലാണ്. ഈ ആക്രമണത്തിന് പിന്നിൽ CPIM പ്രവർത്തകരാണ് എന്നതാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഇപ്പോൾ സ്മിത സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കുറച്ചു ദിവസമായി കണ്ണൂരിലെ വിവിധയിടങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ട്. മലപ്പട്ടം സംഘർഷവുമായി അതിന്റെ തുടർ സംഘർഷങ്ങൾ എന്ന നിലയിൽ കൂടുതൽ വ്യാപിക്കാനുള്ള സാധ്യത പോലീസ് മുന്നിൽ കാണുന്നുമുണ്ട്. മലപ്പട്ടത്ത് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിന്റെ പദയാത്രക്കിടെ പ്രകോപന മുദ്രാവാക്യം വിളിച്ചു എന്നാരോപിച്ചുകൊണ്ട് ഇപ്പോൾ ജില്ലയിലാകെ DYFIയുടെയും SFIയുടെയും ഒക്കെ പ്രതിഷേധങ്ങൾ ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി തളിപ്പറമ്പിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന് പിന്നാലെയാണ് ഇർഷാദിന്റെ വീട് ആക്രമിച്ചതെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഇന്നലെ തന്നെ പാനൂരിൽ SFIയുടെ പ്രതിഷേധ പ്രകടനത്തിനിടെ അവിടെ പാനൂരിലെ കോൺഗ്രസ് ഓഫീസിന് മുന്നിലുണ്ടായിരുന്ന കൊടികൾ, KSUടെയും യൂത്ത് കോൺഗ്രസിന്റെയും കൊടികൾ നശിപ്പിച്ചുവെന്ന പരാതിയും ഉണ്ടായിരുന്നു. അരുൺ പൂപ്പറമ്പയാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്.